ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒരുക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെയും പാകിസ്ഥാൻ്റെ ബോർഡറിൽ നിന്നും പഞ്ചാബിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സമയം ഇവിടെ വിൻ്ററിൻ്റെ സമയമാണ്, തണുപ്പ് സമയം തുടങ്ങി. ഈ സമയത്ത് അനേക ജീവിതങ്ങൾ ഇന്നും ദൈവത്തിന് വേണ്ടി വളരെ ഊഷ്മളമായി, ദൈവത്തിന് വേണ്ടി വളരെ ചൂടോടെ അല്ലെങ്കിൽ വളരെ ശക്തിയോടെ കർത്താവിന് വേണ്ടി അനേക ദൈവജനം മീൻസ് ഇവിടെ ഉള്ള നമ്മുടെ ചേരി പ്രദേശങ്ങളിലുള്ള നമ്മുടെ ഭിക്ഷയാചിക്കുന്ന അനേക സഹോദരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒരുക്കുവാൻ, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ വചനത്തിൻ്റെ പ്രാധാന്യം, അവർക്ക് വിദ്യാഭ്യാസമില്ല, എന്നാൽ അവർക്കുള്ള അറിവ് വെച്ച് അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, അതുപോലെ അവർ പഠിക്കുന്നതായ വചനം പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് പ്രതിഫലിക്കുവാൻ, ആ ജീവിതത്തിലൂടെ അത് മറ്റുള്ള ലോകജനത്തിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തെ അവർ ഒരുക്കി. അനേക ജീവിതങ്ങൾ ഇന്ന് മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ട അനേക ജീവിതങ്ങൾ പുതുതായും അനേക ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി അവിടെ ഇവിടങ്ങളിലായി നടക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ദൈവം അനേക കാര്യങ്ങൾ അവിടെ ഇവിടങ്ങളിലായി ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഇവിടെ ദൈവം പറയുകയാണ്, വാക്കിന്, നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണല്ലോ, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വാക്കുകളും ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ മഹത്വത്തിനായി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന വാക്കുകൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ക്രിയകൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി ഈ ലോകത്തിൽ ദീപങ്ങളായി പ്രകാശിക്കുവാൻ തക്കവണ്ണം. കാരണം ഈ അന്ത്യനാളുകളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിലൂടെ അനേകർ കണ്ടെത്തുവാൻ തക്കവണ്ണം, യേശുവിൻ്റെ ജീവൻ ജനം അനുഭവിപ്പാൻ തക്കവണ്ണം, ജനത്തിന് ആ ജീവൻ നമ്മുടെ വാക്കുകളിലല്ല. കാരണം നമ്മുടെ ചേരി പ്രദേശത്താണെങ്കിലും നമ്മൾ പല ചേരികളിൽ പ്രവർത്തിക്കുന്ന കുടുംബമാണല്ലോ, പല ചേരികളിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ആ ചേരികളിൽ നമ്മുടെ വാക്കുകളല്ല ജനത്തെ മാറ്റത്തിലേക്ക് വരുത്തുന്നത്. അതുപോലെ ഈ തലമുറയിൽ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ട ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലാണ് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന് ഉപയോഗിക്കുന്നതായ ഒരു ജനസമൂഹമാണ് ഇവിടെയുള്ളത്. അങ്ങനെ മയക്കുമരുന്ന് വിൽക്കുകയും അതുപോലെ നമ്മുടെ ചുറ്റുപാട് മുഴുവനും ഈ കഞ്ചാവിൻ്റെ കൃഷി, റോഡ് സൈഡിലാണെങ്കിലും സകലയിടങ്ങളിലും ഫ്രീ ആയി ലഭിക്കുന്നതായ പല മയക്കുമരുന്നുകൾ ഇവിടെയുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ മുഖാന്തരം മയക്കുമരുന്നിനെ അടിമപ്പെട്ട് ആ സ്ഥിതിയിൽ നമ്മുടെ വാക്കുകളല്ല, മറിച്ച് നമ്മിലൂടെ നാം പറയുന്നതായ വചനം നമ്മുടെ പ്രായോഗിക തലത്തിൽ അവർ കാണുന്നത്, അവരുടെ ജീവിതത്തിൽ അത് യഥാർത്ഥമായും ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുന്നത് നമ്മുടെ വാക്കിനാലും അതുപോലെ നമ്മുടെ ക്രിയകളാലും നമ്മുടെ പ്രവൃത്തികളാലും ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നത് അനേക ജനങ്ങൾ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് യേശുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ, പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു വ്യക്തി പോലും ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ ദേശങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ അന്ത്യനാളുകളിൽ ജനം ആഗ്രഹിക്കുന്നതും നമ്മിലൂടെ ക്രിസ്തു പ്രകാശിക്കുവാൻ, നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ അല്ലെങ്കിൽ ആ സമൃദ്ധമായ ജീവൻ നമ്മിലൂടെ ഒഴുകുവാൻ തക്കവണ്ണം ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിലൂടെ, അല്ലെങ്കിൽ അവൻ്റെ വിശ്വസ്തത, അവൻ്റെ ആ വിശുദ്ധി, അല്ലെങ്കിൽ അവൻ്റെ സത്യസന്ധത, അവൻ്റെ ജീവൻ നമ്മിലൂടെ പുറത്ത് ജനത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം
നാം ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ അതുകൊണ്ടാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വാക്കിനാലും ക്രിയയിലും എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല പരിതസ്ഥിതികളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. ഒരു അവസ്ഥയല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒരു സ്ഥിതിയല്ല. ഒരു വൃക്ഷം വാടുന്നത് പോലെ, വെയിലിൽ വാടുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ ഒരു വൃക്ഷം ഉണങ്ങുന്ന അവസ്ഥ പോലെ ഉണങ്ങുന്ന അവസ്ഥകൾ, അതല്ല ക്രിസ്തീയ ജീവിതം. മറിച്ച് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ഒരു വൃക്ഷം എന്നാണ് ദൈവവചനത്തിൽ സങ്കീർത്തനം 1 നമ്മുടെ ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥമായും ആ ക്രിസ്തുവിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളിൽ വാടിപ്പോകുന്നതോ, ജീവിത സാഹചര്യങ്ങളിൽ ഉണങ്ങിപ്പോകുന്നതോ, ജീവിത സാഹചര്യങ്ങളിൽ തളർന്നു പോകുന്നതോ അല്ല. മറിച്ച് ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ ആ ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ ആ അരികത്ത് നാം വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവജല നദിയാകുന്ന ആ ക്രിസ്തുയേശുവിൻ്റെ വചനത്തെ നാം വേരൂന്നിക്കൊണ്ട് ജീവിക്കുമ്പോൾ നാം ഇല വാടാത്തതും അതുപോലെ നാം തളിർത്ത് പുഷ്ടി വെച്ച് ഫലവത്തായി നാം ക്രിസ്തുവിന് വേണ്ടി നാം ആ വൃക്ഷം ഫലം കൊടുക്കുന്നത് ഒരിക്കലും വൃക്ഷത്തിന് വേണ്ടിയല്ല. മറിച്ച് ആ വൃക്ഷം ഫലം കൊടുക്കുന്നത് അതിൻ്റെ ചുറ്റുപാടുകളിലുള്ള ദൂരത്തുനിന്ന് അതിനെ കാണുന്ന അനേകർക്ക് തണലായി തീരുവാൻ തക്കണം. അല്ലെങ്കിൽ അതിനെ ഒരിക്കലും കാണാത്തൊരു വഴിയാത്രക്കാരന്, അതിനെ ഒരിക്കലും അറിയാത്തൊരു വഴിയാത്രക്കാരന്, തളർന്നു പോകുന്ന അനേകർക്ക് ഒരു താങ്ങായി തീരുവാൻ, തണലായി തീരുവാൻ തക്കവണ്ണം, അതൊരിക്കലും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആ വൃക്ഷത്തെ ഒരിക്കലും കാണാത്ത അനേകർക്ക് തണലായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അറിയാത്ത അനേകർ, നാം കാണാത്ത അനേകർ, നമ്മെ ഒരിക്കലും ദൂരത്തുനിന്ന് പോലും കാണാത്ത അനേകർക്ക് നാം തണലായി തീരുവാൻ തക്കവണ്ണം തക്ക സമയത്ത് നാം ഫലം കായ്ച്ചുകൊണ്ട് അനേകരെ തൃപ്തി വരുത്തുന്ന ആത്മീക ഭക്ഷണങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം ജീവജല നദി നാം കുടിച്ചു, നാം തൃപ്തരായി, നാം ക്രിസ്തുവിനെ അനുഭവിച്ചു. ആ ജീവജല നദി ശമരിയ സ്ത്രീ മറ്റുള്ളവർക്ക് അത് കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം ആ ജീവജല നദി നാം കുടിച്ചു തൃപ്തരായി. മറിച്ച് മറ്റുള്ളവർക്ക് അത് കൊടുക്കാതെ ഒളിച്ചു വെക്കുവാനല്ല, മറിച്ച് ആ ജീവജല നദി നിസ്വാർത്ഥമായി, ആ സ്വാർത്ഥതയോടെയല്ല നിസ്വാർത്ഥമായി നമുക്ക് ലഭിച്ചതായ ആ ജീവജല നദി അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ആ ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന വചനങ്ങൾ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കൊണ്ട്, അതുകൊണ്ടാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ വാക്കിനാലും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം വാക്കിനാലോ അതുപോലെ ക്രിയയാലോ എന്ത് ചെയ്താലും, ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്ത് ചെയ്താലും അതിന് വളരെയധികം ആഴമായ അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും വാക്കിനാലും ക്രിയയാലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും ദൈവവചനത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വാക്കുകൾ, നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ക്രിയകൾ, പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുക, പിതാവിന്, സൃഷ്ടികർത്താവിന് നമ്മുടെ ജീവിതം മുഖാന്തരം ദൈവ മഹത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം പല പ്രാവശ്യം പല അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായൊരു അനുഭവം എന്ന് പറയുന്നത്, ഇന്ന് ചേരികളിൽ എല്ലാ ദിവസവും ഞങ്ങൾ വെള്ളിയാഴ്ചകളിൽ ചേരികളിൽ പോയി വചനം പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ആരാധനയുണ്ട്, അവരെ വചനം പഠിപ്പിക്കും. എന്നാൽ ഞങ്ങളുടെ ചേരിയിലുള്ളവർക്ക് പഠിത്തമില്ല, അവർക്ക് സ്വയമായി വായിക്കുവാനുള്ള കഴിവുകളില്ല, അറിവുകളില്ല. എന്നാൽ അനേകർ ഇന്ന് കുറച്ചായിട്ട് വചനം പഠിച്ചു വരുന്നു. കുഞ്ഞുങ്ങളിലൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ അവരെ വചനം പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ വചനം അവർ ഭാഷകൾ, ഹിന്ദി ഭാഷ അവർ കുറച്ചായി പഠിച്ച് അവർ വചനം വായിക്കുവാൻ തുടങ്ങി. കുറച്ച് പഞ്ചാബി പഠിച്ച് അവർ വചനം വായിക്കുവാൻ തുടങ്ങി. എന്നാൽ അവർക്ക് നല്ലതുപോലെ വായിക്കുവാൻ സാധ്യമല്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ എല്ലാ ദിവസവും ഇന്ന് വചനം പഠിക്കുവാൻ തക്ക വേണം. എല്ലാ ദിവസവും കടന്നു പോകുവാൻ, എല്ലാ ചേരികളിലും എല്ലാ ദിവസവും കടന്നു പോകുവാൻ സാധ്യമല്ല. എന്നാൽ സൂം മീറ്റിങ്ങിലൂടെ എല്ലാ ദിവസവും അവർ ശ്രദ്ധയോടെ അവർക്കുള്ള ഒരു മൊബൈൽ കൊണ്ട് 18ഓളം കുടുംബങ്ങൾ ഒരു സ്ഥലത്ത്, മറ്റു സ്ഥലത്ത് ഒരു മൊബൈൽ കൊണ്ട് അനേകർ അങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന ദൈവവചനം പഠിക്കുവാൻ, കേൾക്കുവാൻ, അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ ദാഹമാണ്. അവർ പറയുകയാണ് എല്ലാ ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു, ആഴ്ചയിൽ ഒരിക്കൽ അവരെ വചനം അവിടെ പോയി ഓഫ്ലൈൻ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. എന്നാൽ അതുകൂടാതെ വേറൊരു ദിവസം കൂടി ആഴ്ചയിൽ 2 ദിവസമാക്കി അവരെ വചനം പഠിപ്പിക്കാം. പക്ഷെ
അവർ വളരെയധികം കേൺ അപേക്ഷിച്ചൊരു കാര്യമാണ്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് വചനം പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങളെ വചനം പഠിപ്പിക്കാമോ? നമ്മുടെ ജീവിതത്തിൻ്റെ അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, ആ വലിയ ദാഹം 5 വർഷം മുമ്പ് ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളായി ഓരോ ദിവസവും പുതുതായും ദൈവഭാഗത്തേക്ക് കടന്നു വരുന്ന അനേകരുണ്ട്. ഈ ചേരികളുടെ അകത്ത് അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തിക്കൊണ്ട്, എന്നാൽ അവരുടെ അകത്തുള്ളൊരു ദാഹമാണ് വചനം ഏത് വിധേനയും പഠിക്കണം. അതിന് കാരണം ആ ചേരികളിൽ ഒരു വ്യക്തി ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ അവർ മയക്കുമരുന്നിൽ നിന്നും വിടുവിക്കപ്പെടുന്നു. ഒരു വ്യക്തി യേശുവിനെ രുചിച്ചറിഞ്ഞാൽ അവർ മദ്യപാനത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നു. ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞാൽ മോഷ്ടിക്കുന്നവരായിരുന്നു, അവർ കള്ളന്മാരായിരുന്നു. നമുക്ക് നമുക്ക് ദൈവജനത്തെ കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ഒനോസിമോസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുവല്ലോ. ഒരു സമയത്ത് ഉപയോഗശൂന്യനായിരുന്നു, എന്നാൽ യേശുവിനെ അറിഞ്ഞ ഓരോ നമ്മുടെ തമ്മിലുള്ള ഭിക്ഷയാചിക്കുന്ന സഹോദരങ്ങൾ, അവർ പ്രയോജനമുള്ള അവരുടെ ജീവിതം മാറ്റപ്പെട്ട് അവർ പിന്നത്തേതിൽ വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും ദൈവരാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് അവർ സ്വാർത്ഥരായിരുന്നു, എന്നാൽ നിസ്വാർത്ഥമായി. അവർ സ്വാർത്ഥതയോടെ മോഷ്ടിക്കുന്നവരായിരുന്നു, എന്നാൽ അവർ നിസ്വാർത്ഥമായി അവർക്കുള്ളത് ഷെയർ ചെയ്യുന്ന അവരുടെ ജീവിത ശൈലി തന്നെ മാറിപ്പോയി. അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർ ക്രിസ്തുവിനായപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായെന്ന് അവരെ ആ ഭവനത്തിലുള്ളവർ തിരിച്ചറിയുവാൻ, ആ മറ്റുള്ള കുടിലുകളിലുള്ളവർ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ട് അവരുടെ വാക്കിലും ക്രിയയാലും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഭാഗ്യ പദവിയിലേക്ക്, ഒരു രൂപാന്തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ മാനസാന്തരത്തിലേക്ക്, ഒരു യൂ-ടേൺ അവരുടെ ലൈഫിലേക്ക് വന്നതുകൊണ്ട് അനേകർ ഇന്ന് ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ, അവരുടെ സമൂഹത്തിലുള്ളവർ, അവരുടെ കൂടെ മൂർത്തി പൂജ ചെയ്യുന്ന അനേകർ ഉണ്ടായിരുന്നു, എന്നാൽ അവരെല്ലാം ഒന്നൊന്നായി ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ, അത് വാക്കിനാലും ക്രിയയാലും ഒരുമിച്ച് ആ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുവാൻ, ക്രിസ്തുവിനെ മഹത്വം കൊടുക്കുവാൻ അങ്ങനെ ഇടയായതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആ മാറ്റം, വചനം വരുത്തിയ മാറ്റങ്ങൾ, യേശു ക്രിസ്തു വരുത്തിയ മാറ്റം, അല്ലെങ്കിൽ ആ ജീവജല നദി അവരുടെ ജീവിതത്തിൽ വരുത്തിയതായി ശുദ്ധീകരണം. ആ ജീവജല നദി അവർ മാത്രം പാനം ചെയ്തതല്ല, മറിച്ച് ആ ജീവജല നദി അവരിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ, പ്രതിഫലിപ്പിക്കുവാൻ, ആ ജീവജല നദിയിലൂടെ മറ്റുള്ളവർ അവരവരുടേതായ തെറ്റുകൾ, കുറവുകൾ, അല്ലെങ്കിൽ അവരവരുടേതായ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളെ ഒരു തെളിഞ്ഞ വെള്ളത്തിൽ നാം നോക്കുകയാണെങ്കിൽ, ആഴമുള്ള വെള്ളമാണ്, തെളിഞ്ഞ വെള്ളമാണ്, നമുക്ക് നമ്മുടേതായ ഒരു റിഫ്ലക്ഷൻ അതിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ പ്രതിഫലനം ആഴമുള്ള വെള്ളത്തിൽ, തെളിഞ്ഞ വെള്ളത്തിൽ. ഇതുപോലെ ആ ജീവജല നദി അത് പാനം ചെയ്തവർ, അത് വെറും ഒരു ജസ്റ്റ് ഒരു യേശുവിനെ അറിഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് യഥാർത്ഥമായി ആഴത്തിൽ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ, ആഴത്തിൽ അവരുമായി ചേർന്ന് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധാത്മ ഓരോ ജീവിതങ്ങളെയും കരം പിടിച്ച് നടത്തുവാൻ ഇടയെത്തുന്നു. അവരുടെ ജീവിതത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ആ ജീവജല നദിയിലൂടെ മറ്റുള്ളവർ തങ്ങളുടെ ജീവിതത്തെ തിരിച്ചറിയുവാൻ, ഞങ്ങൾ ചെയ്യുന്ന വഴി, ഞങ്ങൾ പറയുന്ന വാക്കുകൾ തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴി തെറ്റാണ്, ഞങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രിയകൾ, ഞങ്ങൾ കടന്നു പോകുന്ന ആ വഴിയിലൂടെ ഞങ്ങൾ ചെയ്യുന്നതായ ക്രിയകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവൃത്തികൾ തെറ്റെന്നവർക്ക് മനസ്സിലാക്കി യഥാർത്ഥമായും ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഓരോരുത്തരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് ഒന്നും കഴിയാത്തതായിട്ടില്ല. നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായി നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ ക്രിയയിലൂടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നാം എല്ലാം ചെയ്തുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന്, പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിപ്പിനെന്നുള്ള വചനപ്രകാരം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുവെങ്കിൽ അതെന്താണ് അതിൻ്റെ അർത്ഥം? ഈ ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം, നമ്മുടെ വാക്കിനാൽ മഹത്വം കൊടുക്കുന്ന, നമ്മുടെ ക്രിയകളാൽ, നമ്മുടെ പ്രവൃത്തികളാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത്. 24/7 24 മണിക്കൂറും ഓരോ നിമിഷവും നമ്മുടെ വാക്കിനാലും നമ്മുടെ പ്രവൃത്തികൾ അപ്രകാരമായിരിക്കട്ടെ, നമ്മുടെ വാക്കുകൾ അപ്രകാരമായിരിക്കട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം. ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുകയാണ്, എൻ്റെ ധ്യാനം, എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനം നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ വാക്കുകൾ, ഹൃദയത്തിൽ നാം ധ്യാനിക്കുന്നതാണല്ലോ നാം വാക്കുകളായി പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ധ്യാനം
നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ അതെല്ലാം എങ്ങനെയായിത്തീരണം ദൈവം ആഗ്രഹിക്കുന്നത്? അത് മുഴുവനും ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കുവാൻ തക്കവണ്ണം, ദൈവം പ്രസാദിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ. കാരണം യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെടുന്നത് കൊണ്ടാണല്ലോ നാം ഓരോരുത്തരും മാനസാന്തരം, നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം വന്ന്, നമ്മുടെ ലൈഫിന്, നമ്മുടെ പ്രവൃത്തികൾക്ക്, നമ്മുടെ വാക്കുകൾക്ക് മാറ്റം വന്ന്, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്ന് നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ അവിശുദ്ധ ജീവിതത്തിലേക്ക്, അവിശ്വസ്തമായ ജീവിതത്തിലേക്ക്, അസത്യസന്ധമായ ജീവിതത്തിലേക്ക്, ദൈവ ഭയമുള്ള ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെ അഗ്നിമയമായ കണ്ണുകൾ നമ്മെപ്പോഴും കാണുന്നു എന്നുള്ള വാസ്തവത്തോട് ജീവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടതുകൊണ്ട്, ദൈവം മുൻപാകെ നടക്കുവാൻ വിളിക്കപ്പെട്ടതുകൊണ്ട്, ദോഷം വിട്ടകന്നവരായി ദൈവം മുൻപാകെ നടക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരായി, ദൈവത്തിൻ്റെ മുൻപാകെ ആ പ്രകാശത്തിലൂടെ നടക്കുവാൻ തക്കവണ്ണം, വചനത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, അല്ലെങ്കിൽ യേശുവിനെ അറിയാത്തവർ, രുചിച്ചറിയാത്തവർ. യേശുവിനെ അറിയാത്തവരെന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും യേശുവിനെ കുറിച്ച് കേട്ടവരുണ്ടായിരിക്കാം, എന്നാൽ യേശുവിനെ അനുഭവിച്ചറിയാത്ത അനേകരുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ വടക്കേന്ത്യയിലെല്ലാം യേശു ക്രിസ്തുവിനെ കേൾക്കാത്ത അനേകരുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ യേശുവിനെ കേട്ടിട്ടില്ല. അവർക്ക് യേശു ആരെന്നോ, അല്ലെങ്കിൽ യേശു എന്തിനു വേണ്ടി വന്നെന്നോ, അല്ലെങ്കിൽ യേശു ക്രിസ്ത്യാനികളുടെ ദൈവമെന്നോ പോലും അറിയാത്തവർ. പലരും ക്രിസ്ത്യാനികളുടെ ദൈവമെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്, എന്നാൽ അതുപോലും അറിയാത്ത അനേകരുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, മറിച്ച് യേശു ക്രിസ്തു സകല മാനവരാശിക്കും വേണ്ടി, യേശു ക്രിസ്തു സൃഷ്ടികർത്താവിന് സകല മാനവരാശിയുടെ, സകല ജീവജന്തുക്കളുടെ, സകലത്തിൻ്റെയും, ഭൂമിയുടെ സൃഷ്ടികർത്താവായ, സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കുന്ന, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ അറിയാത്ത അനേകർ ഇവിടെയുണ്ട്. സ്വന്തം രക്തം മാനവരാശിക്ക് വേണ്ടി ചൊരിഞ്ഞ യേശുവിനെ, തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച, അല്ലെങ്കിൽ തങ്ങളുടെ ശാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, തങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിൻ്റെ അടിപ്പിണരുകളെ സൗഖ്യം വരുമെന്നുള്ള യാഥാർത്ഥ്യം അറിയാതെ ജീവിക്കുന്നവർ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമെന്ന്, പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കുമെന്ന് അറിയാത്ത അനേകരുണ്ട്. യേശുവിനെ അറിയാത്തവർ, കേൾക്കാത്തവർ. എന്നാൽ യേശുവിനെ അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് വേറെ ഒരു യഥാർത്ഥമായും ആ വചനത്തെ പ്രമാണിക്കുന്നവർക്കാണല്ലോ യേശുവിനെ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിനെ കുറിച്ച് കേട്ട അനേകരുണ്ടായിരിക്കാം. മറ്റ് പല സ്ഥലങ്ങളിൽ യേശുവിനെ കേട്ടവരുണ്ടായിരിക്കാം. നമ്മുടെ വടക്കേ ഇന്ത്യ അല്ലാതെ മറ്റുള്ള സദേൺ സൈഡിൽ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം യേശുവിനെ അറിഞ്ഞവർ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് കേട്ടവർ അനേകരുണ്ടായിരിക്കും. എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യേശുവിനെ ഇനിയും അറിയേണ്ടുന്ന പോലെ, അറിയേണ്ടുന്ന നിലവാരത്തിൽ അറിയേണ്ടുന്ന അനേകരുണ്ട്, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ യഥാർത്ഥമായും അനുഭവത്തിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ഹൃദയത്തിലെ ധ്യാനത്തിൽ അത് ആ പ്രകാശം കത്തി ജ്വലിക്കുവാനിടയായാൽ, നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, പിതാവായ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ആ സ്തോത്രം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ, ആ സ്ഥിരമായി മഹത്വം കൊടുക്കുന്ന, സ്ഥിരമായി ജ്വലിക്കുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക്, സ്ഥിരമായി കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പകലിൻ്റെ സമയത്തും വളരെയധികം കാർമേഘം നിറഞ്ഞ, അല്ലെങ്കിൽ വടക്കേന്ത്യയിലെല്ലാം പല സ്ഥലങ്ങളിൽ, ഞാനായിരിക്കുന്ന ഈ സ്ഥലത്തും ഇപ്പോൾ വളരെ തണുപ്പിൻ്റെ സമയമാണ്. പല സമയങ്ങളിൽ ഇനി മുന്നോട്ട് തണുപ്പ് പോകുമ്പോൾ പല സന്ദർഭങ്ങളിൽ ഇവിടെ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനേകം മാസങ്ങൾ സൂര്യൻ ഉദിക്കാതിരിക്കുന്ന അവസ്ഥകൾ, സൂര്യനില്ല, വളരെ ഇരുണ്ട അവസ്ഥകൾ, വളരെ അങ്ങനെയെങ്കിൽ 24 മണിക്കൂറും നമുക്ക് വിളക്ക് കത്തിച്ചു വെക്കണം, അല്ലെങ്കിൽ 24 മണിക്കൂർ ബൾബ് ഓൺ ചെയ്തിടണം, അല്ലെങ്കിൽ ആ വെളിച്ചം വേണം. ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്കറിയില്ല, നമ്മുടെ സാഹചര്യം, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കൂരിരുട്ടിൻ്റെ സാഹചര്യമാണെങ്കിലും, നാം കടന്നു പോകുന്ന വഴികൾ കൂരിരുട്ടാണെങ്കിലും, നമ്മുടെ അകത്തുള്ള വചനത്തിൻ്റെ പ്രകാശം, അല്ലെങ്കിൽ നമ്മുടെ അകത്ത് പ്രായോഗിക തലത്തിൽ നമ്മുടെ വാക്കിനാലും ക്രിയയാലും
വാക്കിനാലും നാം ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ നാം ആകുന്ന വ്യക്തി ജീവിതത്തിലൂടെ ക്രിസ്തു പ്രകാശിക്കുവാൻ, അല്ലെങ്കിൽ ആ വചനം പ്രകാശിക്കുവാൻ, ആ വചനം നമ്മുടെ കാലിന് ദീപം, നമ്മുടെ പാതയ്ക്ക് പ്രകാശമാകുന്ന ആ ജീവന്റെ ജ്യോതിയായിരിക്കുന്ന, അല്ലെങ്കിൽ ആ വിളക്കായിരിക്കുന്ന ജീവനുള്ള ആ ജ്യോതി, അല്ലെങ്കിൽ ജീവനുള്ള പ്രകാശം കൊടുക്കുന്ന ദൈവവചനം, അത് നമ്മളിലൂടെ പ്രകാശിക്കും. നാം കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ജനം വിടുവിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഇങ്ങനെ ഞങ്ങളുടെ ഭവനത്തിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അനേകർ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞ, ഒരു കുടുംബത്തിൽ നിന്നും കടന്നു വന്ന ആ കുഞ്ഞ്, അവളുടെ ജീവിതത്തിൽ അവൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല. അവൾ ജസ്റ്റ് വിവാഹിതയായി, അവൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. എന്നാൽ അവൾ വരുന്ന കാര്യം, ആ കുടുംബം ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു, പ്രാർത്ഥിക്കാൻ വരുന്ന കാര്യം എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു. അങ്ങനെ വരുന്ന കാര്യം അറിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് യേശുവിനെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ കുറിച്ച് അവൾക്ക് അറിയണം. അവൾ വിവാഹിതയാണ്, മറ്റൊരു ഭവനത്തിൽ നിന്ന് വിവാഹിതയായി വരികയാണ്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ അവൾ അനുഭവിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അല്ല എങ്കിൽ മാനസാന്തരപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവവചനമാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈവൻ ദോ നമ്മുടെ ഭവനത്തിൽ അവൾ പ്രാർത്ഥിക്കുവാൻ, അവർ കുടുംബമായി അവളെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ ഇടയായി തീർന്നു. ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഭവനം ഞങ്ങളുടെ ആ കുടുംബം ഞങ്ങളുടെ ഭവനത്തിൽ കാലി ചവിട്ടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഈ വാടക വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ശബ്ദം, ദൈവശബ്ദം പറഞ്ഞു, അവൾക്ക് ആവശ്യം വചനമാണ്. വചനത്തിൻ്റെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ വചനത്തിൻ്റെ ആവശ്യകതയാണ് അവളുടെ ജീവിതത്തിലുള്ളത്. അവൾക്ക് കൊടുക്കേണ്ടുന്നത്, അവളൊരു പുതിയ വ്യക്തിയാണ്. മറ്റൊരു ഭവനത്തിൽ നിന്നും മറ്റൊരു ഭവനത്തിലേക്ക് അവൾ വിവാഹിതയായി വന്നതാണ്. അതുകൊണ്ട് ഇവിടെ അയൽവക്കമാണ്. അവർ നമ്മുടെ ഭവനത്തിലേക്ക് ആ കുഞ്ഞിനെ പ്രാർത്ഥിക്കുവാനായി കൊണ്ടുവന്നതാണ്. എന്നാൽ ദൈവം പറഞ്ഞ അവൾക്ക് ആവശ്യമായിരിക്കുന്നത് വചനമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിന് ഒരു പുതിയ ബൈബിൾ വാങ്ങിക്കൊടുക്കുവാൻ, വചനം അവൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, എല്ലാ ദിവസവും വചനം അവളെ പഠിപ്പിച്ചു കൊടുക്കുവാൻ, അവളുമായി പ്രാർത്ഥിക്കുവാൻ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അന്നും അത് തുടക്കമായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകെ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ആരെങ്കിലും യേശുവിനെ കുറിച്ച് അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ, അനുഭവിക്കാത്ത, അറിയുക എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ലൈഫിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ ക്രിയയിലൂടെ, അല്ലെങ്കിൽ നാം അവർക്കൊരു സമാധാനമായി തീരുവാൻ, നാം അവർക്കൊരു സന്തോഷം, അവരുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവർക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നാം തീരുവാൻ, അവരുടെ ദുഃഖവേളകളിൽ അവർക്കൊന്ന് ആശ്വസിക്കുവാൻ, അല്ലെങ്കിൽ അവർക്കൊന്ന് വചനം കേൾക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ അവരെ ഓർക്കുന്ന ഒരു വ്യക്തി നാമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ലൈഫ്, ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മിലൂടെ പ്രകാശിക്കുവാൻ അനേകർ വളരെ ദൂരത്തായിരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുവാൻ സാധിക്കാത്ത ഈ പഞ്ചാബിൽ തന്നെ അനേക ജീവിതങ്ങൾ അവിടങ്ങളിലായി നമ്മുടെ സഹോദരങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസി കൂട്ടങ്ങളുണ്ട്, ചേരികളിലുള്ളവർ അല്ലാത്തവരുണ്ട്. പുതുതായി ഈ ദേശങ്ങളിൽ, ഈ അയൽവക്കങ്ങളിൽ എല്ലാം കടന്നു വരുന്ന താമസിക്കുന്ന അനേകരുണ്ട്. ഈ പാകിസ്ഥാൻ ബോർഡറിൽ പുതുതായി കടന്നു വരുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അവരെല്ലാം അറിയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭവനം പ്രാർത്ഥിക്കുന്നൊരു ഭവനമാണ്. ഇവിടെ വിളിച്ചാൽ പ്രാർത്ഥിക്കാം, ഈ സഹോദരിയെ വിളിച്ചാൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഈ ഭവനത്തിലുള്ളവരെ കണ്ടുമുട്ടിയാൽ അവരുമായി ഒരുമിച്ച് ദൈവവചനം അവരോട് നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കും നമ്മുടെ സാക്ഷ്യം. നാം പുറത്തു പോകുന്ന നമ്മുടെ വാക്കിനാലും ക്രിയയാലും നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആ ക്രിസ്തു നമ്മിലൂടെ പ്രതിഫലിക്കുമ്പോൾ, അനേകർ നമ്മിലൂടെ അവരുടെ ദുഃഖത്തിൻ്റെ വേളകളിൽ, അവരുടെ പ്രതിസന്ധിയുടെ വേളകളിൽ ഏത് രാത്രി പകലിനെയും സാധാരണഗതിയിൽ പകൽ സമയമാണ് ഫോൺ കോളുകളെല്ലാം മിക്കവാറും എല്ലാ ഭവനങ്ങളിലും വരുന്നത്. രാത്രി എല്ലാവരും വിശ്രമിക്കും. പക്ഷേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥ വ്യത്യസ്തമാണ്. ഈവൻ ഞാൻ കഠിനമായ ക്യാൻസർ രോഗിയായി, രണ്ടാമത് എൻ്റെ കണ്ണിനും എൻ്റെ കണ്ണിൻ്റെ ഒപ്റ്റിക് നെർവിൽ, തലച്ചോറിനും അതുപോലെ കണ്ണിനും ഇടയ്ക്കുള്ള ആ ഒപ്റ്റിക് നെർവ് ക്യാൻസറായി. എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റാതെ അനേക വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ 6 മാസത്തോളം കഠിനമായി ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുക ഇവനെ സൗഖ്യമാക്കി. എന്നാൽ അതിന് മുന്നോട്ടും എനിക്ക് ഉറങ്ങുവാൻ സാധിക്കാത്ത അനേക ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ അല്പമെന്ന് മയങ്ങുവാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ക്യാൻസർ ബാധിക്കപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണടയ്ക്കുവാൻ സാധ്യമല്ല. എന്നാൽ അല്പം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അർദ്ധരാത്രിയുടെ സമയം, അർദ്ധരാത്രി കഴിഞ്ഞ് ആ സമയത്തൊന്ന്
നമുക്കൊന്ന് കണ്ണടയ്ക്കുവാൻ ശ്രമിക്കുമ്പോഴായിരിക്കാം ആരെങ്കിലും എന്നെ ഓർത്ത് അവരുടെ പ്രതിസന്ധിയിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്യും. അല്ലെങ്കിൽ അവരെന്നോട് പറയും, ഞാൻ ഫോൺ ചെയ്തത് എനിക്ക് രാത്രി ഉറങ്ങുവാൻ സാധിച്ചില്ല. അവർക്ക് എൻ്റെ അവസ്ഥ അറിയില്ല, അവരറിയുന്നില്ല ഞാൻ ഒരു ക്യാൻസർ രോഗിയാണ്. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും എൻ്റെ ജീവിതസഖി എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാത്രി സമയങ്ങളിൽ ഈ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെച്ചുകൂടെ, കാരണം നിനക്ക് തീരെ സുഖമില്ലല്ലോ, അല്പമെങ്കിലും വിശ്രമിക്കാമല്ലോ, ഒരു 5 മിനിറ്റ് ആയിരിക്കും ഒരു പക്ഷേ ഞാൻ ഉറങ്ങുന്നത്, നിനക്ക് പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആ സമയമായിരിക്കും ഒരു വ്യക്തി യേശുവിനെ രുചിച്ചറിയുവാൻ ഇടയായിത്തീരുന്നത്. പലരും വിളിക്കുന്നവർ യേശുവിനെ അനുഭവിക്കാത്തവരാണ്, യേശുവിനെ രുചിച്ചറിയാത്തവരാണ്. ജീവിത സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, നാം എപ്പോഴും ദൈവത്തിന് വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുക. രാത്രിയോ പകലോ എന്നില്ലാതെ നാം ക്രിസ്തുവിന് വേണ്ടി തയ്യാറായിരിക്കുക. നമ്മുടെ അകത്തൊരു ത്യാഗമുണ്ടെങ്കിൽ അനേകർ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ ഇടയായിത്തീരും. നമ്മുടെ വാക്കിനാലും ക്രിയയാലും നാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് യേശു നമ്മിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അവർക്ക് അറിയാം, ഏത് വ്യക്തിക്കും അറിയുന്നൊരു കാര്യമുണ്ട്, അവരുടെ പ്രതിസന്ധിയിൽ അനേക നമ്മുടെ ശത്രുക്കളായിരിക്കുന്ന ശത്രുക്കളായി ജീവിച്ചവർ, അല്ലെങ്കിൽ ആ സമയത്തും ജീവിച്ചു കൊണ്ടിരുന്ന അനേക മന്ത്രവാദികൾ, ആ കുടുംബങ്ങളിൽ നിന്ന് പോലും അനേകർ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ എതിരായി നിന്നവർ, യേശുവിൻ്റെ വചനത്തിന് യേശുവിനെതിരായി നമുക്കെതിരായി നിന്നവർ, അവരുടെ പ്രതിസന്ധിയിൽ അവർക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നത് യേശുവിനെ ആശ്രയിക്കുവാൻ അവർക്ക് അറിയുകയില്ല. എന്നാൽ അവർക്കൊന്നറിയാം, ഈ വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഈ വ്യക്തിയിൽ എന്തൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ റിഫ്ലക്ഷൻ ആ ഒരു പ്രകാശം അവർ കാണുന്നത് കൊണ്ട് അവരുടെ പ്രതിസന്ധികളിൽ പോലും നമ്മെ വിളിക്കുവാൻ തക്കവണ്ണം അവർ തയ്യാറാണ്. അതിലൂടെ ക്രിസ്തുവിനെ അവർ അനുഭവിച്ചറിയുവാൻ, അതിലൂടെ യേശുവിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇടയായിത്തീരുന്നു. നമ്മുടെ ലൈഫിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ ജീവൻ പുറത്തു വരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ആ ജീവജല നദി മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ, അതൊരു തടാകമായി അല്ലെങ്കിൽ ഒരു കിണറായിട്ടല്ല, മറിച്ച് ഒരു നദിയായി. കാരണം നാം പ്രാപിച്ചത് ജീവജല നദിയാണ്. ആ നദി ഒഴുകണം. അങ്ങനെയെങ്കിൽ നമ്മിലൂടെ അത് ഒഴുകിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ അത് ഒഴുകണം. ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്ന വാക്കുകൾ നമ്മുടെ 24 മണിക്കൂറുകളിലും, അതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ അത് ഒഴുകണം. ആ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം, ക്രിസ്തുവിന് നാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ, ആ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് മഹത്വം, നാം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുമ്പോൾ തന്നെ ദൈവത്തിന് മഹത്വമുള്ളൊരു ജീവിതം, ഒരു യഥാർത്ഥമായി മാറ്റപ്പെട്ട ആർക്കും അവരുടെ പ്രതിസന്ധി നമ്മെ വിളിക്കുവാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നലെയും രാത്രി സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം അർദ്ധരാത്രിയാകും, നമ്മുടെ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ അല്പം കാര്യം ചെയ്തുകൊണ്ട് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു, പ്രതിസന്ധിയുടെ മധ്യത്തിൽ, കഠിന വേദനയുടെ മധ്യത്തിൽ ശത്രുക്കൾ പോലും ഓർക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം അവർക്ക് പോലും ഒരു ആശ്വാസമാണ്. അനേകർക്ക് അങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ശത്രുക്കളായിരുന്നവർ, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചവർ, നമ്മളെ വളരെയധികം വിദ്വേഷിച്ചവർ, അല്ലെങ്കിൽ പകച്ചവർ, നമ്മളെ ദുഷിച്ചവർ, അല്ലെങ്കിൽ എതിരായി നിന്നവർ, എത്രത്തോളം ഉപദ്രവിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം ഉപദ്രവിച്ചവർ, അവരുടെ പ്രതിസന്ധിയിൽ അവർക്ക് വിളിക്കുവാൻ തക്കവണ്ണം ഓർക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുന്ന നമ്മയാണ് വിളിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നത്. അവർ വിളിക്കുകയും അവരുടെ വിഷയങ്ങൾ പറയുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതെന്തുകൊണ്ടാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള അനേക അവസ്ഥകൾ, അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലും ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുവാൻ ഇടയത്തുന്നു, യേശുവിനെ അറിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ യേശുവിനെ യഥാർത്ഥമായും ജീവിച്ചില്ല എങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ളവരെ നേടുവാൻ, അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ അവർക്ക് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ വാക്കുകളും നമ്മുടെ ജീവിതവും വളരെയധികം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, നമ്മുടെ എത്ര നാളെ ഈ രൂപയിൽ നാം ജീവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ, എത്ര സമയം ജീവിക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ ശബ്ദത്തെക്കാൾ മുഴങ്ങി നിൽക്കേണ്ടുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ യേശു നൽകിയ ജീവിതം, യേശുവിൻ്റെ ജീവിതമാണ് മുഴങ്ങി നിൽക്കേണ്ടുന്നത്. നമ്മുടെ
ശബ്ദമല്ല, മറിച്ച് ആ ശബ്ദത്തെക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ ചേരി പ്രദേശത്തുള്ളവർ യേശുവിനെ കാണുന്നത് ഞങ്ങളിലൂടെയാണ്. അവരെപ്പോഴും കെട്ടിപ്പിടിച്ച് പറയുന്ന ഈ ഞായറാഴ്ച ദിവസം ഞാൻ ആരാധനയ്ക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്തുമായി അത് പങ്കുവയ്ക്കുവാനിടയെ തീർന്നു. ചേരി പ്രദേശത്തുള്ള ആരാധനയ്ക്ക് കടന്നുപോയി ചേരി പ്രദേശത്ത് നിന്ന് വന്ന പലരെയും കണ്ട് അവരിന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുത്ത് ഞാൻ സഭായോഗത്തിന് പോയിരുന്നു. എന്നാൽ ആ സഭായോഗം കഴിഞ്ഞപ്പോൾ ഈ ചേരി പ്രദേശത്തുള്ള ഭിക്ഷയാചിക്കുന്ന പുതിയതായിട്ടുള്ളവരുണ്ട്, പഴയ ആൾക്കാരുണ്ട്. ഒരു പുതിയ കുഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. കൊച്ചു കുഞ്ഞാണ്, അവനെന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ അവനെയും കെട്ടിപ്പിടിച്ചു. തീരെ കുഞ്ഞാണ് അവന്, 4 വയസ്സോ എത്രയോ ഉണ്ടാകുള്ളൂ. പക്ഷെ അവനെ കെട്ടിപ്പിടിച്ചു, അവനെന്നെ കെട്ടിപ്പിടിച്ചു, ഞാൻ അവനെയും കെട്ടിപ്പിടിച്ചു. പക്ഷെ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊരു ഉമ്മ തരാമോ എന്ന് എന്നോട് ചോദിച്ചു. അവൻ ചേരി പ്രദേശത്തുള്ളവനാണ്, ഭിക്ഷയാചിക്കുന്നവരെ കുഞ്ഞാണ്. അവൻ കണ്ടു ഞാൻ മറ്റുള്ളവർക്ക് ഉമ്മ കൊടുക്കുന്നത്, മറ്റുള്ള ചേരി പ്രദേശത്തുള്ളവർക്ക് ഉമ്മ കൊടുക്കുന്നത്, അവരെ കെട്ടിപ്പിടിക്കുന്നത്. അവൻ സന്തോഷത്തോടെ ഓടി വന്ന് ചോദിച്ച കാര്യം, എനിക്കൊരു ഉമ്മ തരാമോ? ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കാനിടയിൽ തീർന്നു. അവൻ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒരു പുഞ്ചിരിയുമായി മടങ്ങിപ്പോകാനിടയിൽ തീർന്നു. ആ കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഒരു സന്തോഷമുണ്ട് ചേരിയിലുള്ളവർ ഓടിയെത്തുന്നത്, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് സൺഡേ സ്കൂളിൽ വന്നിരിക്കുന്നത്, ആനന്ദത്തോടെ വന്നിരിക്കുന്നത്. അവർക്ക് ലഭിക്കാത്ത ഒരു സ്നേഹം, അവർക്ക് ലഭിക്കാത്തൊരു സന്തോഷം, ചേരിയിലുള്ളവർക്കും അവർക്ക് ലഭിക്കാത്ത ഒരു വലിയ സന്തോഷം. ഭിക്ഷയാചിക്കുന്നവരാ, പക്ഷേ അവരെ കണ്ടെത്തുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിനെ അവരെ കണ്ടെത്തിയിട്ടില്ല, പക്ഷെ നമ്മിലൂടെ കണ്ടെത്തുവാൻ തക്കവണ്ണം ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. ചെറിയ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിന് അടിമകളാണ്. ആ കുഞ്ഞുങ്ങൾ പോലും നാം പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് നമ്മുടെ ജീവിതമാണ് അവരെ മാറ്റുന്നത്. നമ്മുടെ വാക്കുകൾ ഒരു കുഞ്ഞിനെ മാറ്റുവാൻ സാധ്യമല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ, പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം ആ സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ആ സ്തോത്രയാഗത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതമായി തീരുവാൻ ഇവിടെ അതിൻ്റെ മുകളിലുള്ള ഒരു വാക്യം 16-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വായിക്കുവാൻ അറിയാത്തവർ ചേരി പ്രദേശത്തുള്ളവർ അനേകരാണ് നമ്മുടെ വിശ്വാസികൾ എന്ന് പറയുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, മാനസിക രോഗികളായിരുന്നവർ, അല്ലെങ്കിൽ രോഗത്തിന് അടിമപ്പെട്ടവർ, ആരുമില്ലാത്തവർ, വീടുകളില്ലാത്തവർ, റോഡ് സൈഡിൽ കിടന്നുറങ്ങിയ, അല്ലെങ്കിൽ ഈവൻ സഹോദരിമാർ പോലും റോഡ് സൈഡിൽ കിടന്നുറങ്ങിയവരാണ് നമ്മുടെ സഹോദരങ്ങൾ. ഇന്നവർ മറ്റൊരു കുടിലിലേക്ക്, അകത്തുള്ള കുടിലിലേക്ക് അല്പം വാടക കൊടുത്ത് മാറി താമസിക്കത്ത രീതിയിലുള്ള സ്ഥിതികളെല്ലാം അവർക്ക് വരുവാൻ തക്കവണ്ണം അവർ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ദൈവം അവരുടെ ജീവിതത്തിൽ അല്പമെന്ന പോലെ കുറച്ചായി ദൈവം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ദൈവവചനം പറയുന്നു സങ്കീർത്തനങ്ങളാലും. അവരെ ആരാണ് പഠിപ്പിക്കുന്നത്? സങ്കീർത്തനങ്ങളാലും. ഈ സങ്കീർത്തനം നമുക്കറിയുന്നത്, അല്ലെങ്കിൽ സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. ഇന്ന് നാം പറഞ്ഞു കൊടുക്കുന്ന വചനങ്ങൾ അവർ തമ്മിൽ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ സംസാര വിഷയമെന്ന് പറയുന്നത് വചനമാണ്. നാം ചേരി പ്രദേശത്ത് പോകുമ്പോൾ വേറൊരു വിഷയം അവർക്ക് സംസാരമില്ല. ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിൽ നാം എന്തെല്ലാം വിഷയങ്ങളിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, പല വിഷയങ്ങളുണ്ടായിരിക്കാം നമ്മുടെ സംസാര വിഷയം. പക്ഷേ നമ്മുടെ ചേരികളുടെ അകത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, എൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരെ ഞാൻ പഠിപ്പിച്ചു വന്ന വചനങ്ങൾ, അല്ലെങ്കിൽ വെറും വചനം ഓർമ്മയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ മനഃപ്പാടമാക്കുകയല്ല, മറിച്ച് നമ്മുടെ സംസാരങ്ങൾ, ആ വചനത്തിൻ്റെ ഡിസ്കഷനുകൾ, അതാണ് ചേരി പ്രദേശത്തിൻ്റെ അകത്തും നടക്കുന്നത്. അവർ നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ഫാമിലിയാണ്. അവർ ചേരിയാണെങ്കിലും കുടിലുകളാണെങ്കിലും വെറും മണ്ണിൽ ജീവിക്കുന്നവരാണെങ്കിലും അവരുടെ അകത്ത് ഈ കുടുംബത്തിൽ, നമ്മുടെ ഈ കുടുംബത്തിൻ്റെ അകത്ത് കൊച്ചുനാളിലെ ഞാൻ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ചു വന്ന അതേ കാര്യം അവരെ പറഞ്ഞു കൊടുത്ത് അവരോട് ചേർന്നിരുന്ന് ചേരികളിൽ ആ മണ്ണിൽ അവരോടുകൂടെ ഇരുന്നു കൊണ്ട് ആ വചനം പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് ഏത് സമയത്ത് അവിടെ പോയാലും പലരായി മുട്ടുമേൽ നിൽക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കും. കുടിലിൻ്റെ അകത്ത്, മണ്ണിൻ്റെ അകത്ത് മുട്ടുമേൽ നിന്ന് കരമുയർത്തി മുട്ടുമേൽ ഇരുന്ന് അവർ ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ചകൾ ഏറ്റവും ആനന്ദകരമായ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നാം പറയാതെ പോയാലും
പോയാലും പകൽ സമയമല്ല, പകൽ സമയം അവരവിടെ ഇല്ല, രാത്രി സമയങ്ങളിൽ ഏതെങ്കിലും വൈകിയ സമയങ്ങളിൽ അവിടെ പോയാൽ പല ചേരികളിലും പ്രാർത്ഥനയുടെ, ആരാധനയുടെ, മുട്ടുമേൽ നിന്ന് കരമുയർത്തിയുള്ള പ്രാർത്ഥനയുടെ, ദൈവത്തിൻ്റെ സ്തുതിയുടെ ശബ്ദം കേൾക്കുവാനിടയെത്തീരും. ഒരു സമയം അവർ യേശുവിനെ അറിയാത്തവർ, ഒരിക്കലും കേൾക്കാത്തവർ, അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് നമുക്ക് സന്തോഷിക്കുവാനുള്ളൊരു കാര്യമുണ്ട്. അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവസന്നിധിയിൽ ആനന്ദത്തോടെ ജീവിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒന്നുമില്ല. എന്നോട് ഇപ്പോൾ കൊടും തണുപ്പ്, ഇപ്പോഴെന്താ പറയുക, സ്വെറ്റർ കൊണ്ട് സാധ്യമല്ല, നമുക്ക് ജാക്കറ്റ് വേണം പുറത്തു പോകുമ്പോൾ. അപ്പോൾ പുതിയതായി വന്ന കുറച്ച് പേരുണ്ട്. ഞാൻ അവരോട് ചോദിക്കുവാൻ, കഴിഞ്ഞ വർഷം അനേകർക്ക് ജാക്കറ്റുകൾ, സ്വെറ്ററുകളെല്ലാം കൊടുക്കുവാനിടയിൽ തീർന്നു. പുതുതായി വന്നവരോട് ഞാൻ ഇപ്രകാരം ചോദിക്കുവാനിടയിൽ തീർന്നു, സ്വെറ്ററുണ്ടോ ജാക്കറ്റുണ്ടോ ഇതൊക്കെ ചോദിച്ചപ്പോൾ ചിലരെല്ലാം നമ്മുടെ പഴയ ചേരിയിലുള്ളവർ കൊടുത്തത്, ഷെയർ ചെയ്തത്, അവർ സന്തോഷത്തോടെ പറഞ്ഞു ഉണ്ട്, സ്വെറ്ററുണ്ട്. അവർക്ക് ഒന്നേ ഉള്ളൂ, കനം കറഞ്ഞ ഒരു സ്വെറ്ററായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഴപ്പമില്ല, ഒന്നും ഉണ്ട്, തൃപ്തരാണ് അവരതിൽ. പക്ഷെ അവർക്കറിയാം നമ്മിലുള്ള ദൈവസ്നേഹം തികച്ചും അവരെ ആ ഒരു ജാക്കറ്റ് അല്ലെങ്കിൽ ആ കനമുള്ള വസ്ത്രം അവർക്ക് കൊടുക്കുന്നൊരു ദൈവസ്നേഹം നമ്മുടെ അകത്തുണ്ട്. നമ്മളത് ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുപോലെ അവരും തൃപ്തരാണ്, ഉള്ളതുകൊണ്ട് തൃപ്തരാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നാം ചെയ്യുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. കാരണം നമ്മൊരു കുടുംബം പോലെയാണ് ചേരിയിലുള്ളവർ. ഞാൻ താമസിക്കുന്ന ISO നമ്മുടെ ഇവിടെ ASIയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, പോലീസ് ASIയുടെ. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ രോഗിയായി തീർന്നപ്പോൾ എന്നെ വിളിക്കുവാനിടയിൽ തീർന്നു, പോയി പ്രാർത്ഥിക്കുവാനിടയിൽ തീർന്നു. അവിടെ പോയി അല്പസമയം വചനം പറയാമോ? ഞാൻ ആ സഹോദരിയോട് പ്രോത്സാഹനത്തോടെ എങ്ങനെ നാം പിശാചിനെ എതിർത്ത് നിൽക്കണം നമ്മുടെ ജീവിതത്തിൽ. അവർ രോഗത്തിൻ്റെ മധ്യത്തിൽ അവർക്ക് വചനം ആഴത്തിൽ അറിയില്ല, അനുഭവമില്ല. അവരോട് പല കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നും പറയുവാൻ, വചനത്തിലൂടെ പറയുവാനിടയിൽ തീർന്നു. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ ഈ ഭിക്ഷ യാചിക്കുന്നവരെയെല്ലാം സ്വന്തം കുടുംബം പോലെയാണല്ലോ സ്നേഹിക്കുന്നത്, അവരോടുള്ള സ്നേഹം ഒത്തിരിയാണല്ലോ. കാരണം ഞാനത് കാണാറുണ്ടെന്ന് എന്നോട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ അവർ പറയുവാനിടയിൽ തീർന്നു. അതിനൊരു കാരണമുണ്ട്. ഭിക്ഷ യാചിക്കുന്ന അനേകർ ഈ വാടക വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ അവർ ദൃക്സാക്ഷികളാണ്. അവർ കാണുന്നൊരു കാര്യമുണ്ട്, അവരെല്ലാം അവരുടെ അഴുകിയ വസ്ത്രം അല്ലെങ്കിൽ അവരുടെ മോശമായ വസ്ത്രം, നാറ്റം വമിക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തെയല്ല, മറിച്ച് അവരും ഞാനും ഒരുമിച്ചൊന്ന് കെട്ടിപ്പിടിക്കുവാൻ തക്ക വേണം, അവരെ ഒന്ന് ആശ്ലേഷിക്കുവാൻ തക്ക വേണം, അവരോട് ജയമസിക്കുക അല്ലെങ്കിൽ അവരോട് സ്നേഹത്തോടെ ഒന്ന് പ്രൈസ്തലോട് സ്തോത്രം പറയുന്നത് പലപ്പോഴും പലര് വരുമ്പോഴും അവർ കാണാറുണ്ട്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതുപോലെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുവാൻ, അവരെ സന്തോഷത്തോടെ പറഞ്ഞു വിടുവാൻ, നമ്മുടെ വസ്ത്രങ്ങൾ അവരെ ധരിപ്പിക്കുവാൻ, അവർക്ക് പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുന്നത് എല്ലാം ഇവർ കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങൾ അത് കാണിച്ചുകൊണ്ട് ചെയ്തിട്ടല്ല, അങ്ങനെയല്ല, മറിച്ച് നമ്മിലുള്ള ദൈവസ്നേഹം. പലപ്പോഴും നമ്മുടെ സഭയിലുള്ള മീറ്റിങ്ങുകളിൽ ഈ സഹോദരിയും ഈ പോലീസ് അധികാരിയുടെ ഭാര്യ, കുടുംബമെല്ലാം കടന്നു വരുവാൻ തക്ക വേണം പല നമ്മുടെ മീറ്റിങ്ങുകളിൽ, പല ഉപവാസ പ്രാർത്ഥനകളിൽ, പല കാര്യങ്ങളിൽ അവർ പങ്കുചെയ്യുവാനിടയിൽ തീർത്തുണ്ട്. അപ്പോഴെല്ലാം അവർ കണ്ടൊരു കാര്യമുണ്ട്, ചേരികളിൽ ഭിക്ഷയാചിക്കുന്ന അനേകർ കൂട്ടമായി ഓടി വന്ന് നാം വരുമ്പോഴേക്കും നമ്മുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുന്നത്, കുഞ്ഞുങ്ങൾ ഉമ്മ വയ്ക്കുന്നത് എല്ലാം ഇവർ കണ്ടിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ ഞാൻ ഇത് മാത്രമല്ല പറയുന്നത്, മറിച്ച് ദൈവസ്നേഹം മറ്റുള്ളവർ കാണുവാൻ, അനുഭവിപ്പാൻ, നാം ആ ദൈവസ്നേഹത്തിൽ ജീവിക്കുമ്പോൾ നാം അറിയാതെ നമ്മെ കാണുന്ന അനേകർ, നാം അറിയാതെ നമ്മെ അറിയുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതത്തിൽ അതൊരു റിഫ്ലക്ഷനാണ്. അവരിപ്രകാരം പറയുവാനിടയിൽ തീർന്നു, സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിലും കുറച്ച് സാധനങ്ങളുണ്ട് ചേരിയിലേക്ക് കൊടുക്കുവാൻ. എല്ലാ വർഷവും ചേരിയിലേക്ക് കുറച്ച് സാധനമെങ്കിലും അവരും തന്നുവിടുവാനിടയിൽ തീരും. ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ സ്നേഹം നാം എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്, ആ സ്നേഹം ആ ചേരികളിലുള്ളവരും അവർ തമ്മിൽ അവരറിയുന്നതായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീകമായ ഗീതങ്ങളാലും തമ്മിൽ അവരും പഠിപ്പിക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ ചേരിയിൽ ഒരു സഹോദരിയുണ്ട്. ആ കുടുംബം ക്രിസ്തുവിനെ യഥാർത്ഥമായി
പൂർണ്ണമായിട്ടും രുചിച്ചറിയാൻ ഇടയെ തീർന്നപ്പോൾ ആ സഹോദരി മുഖാന്തരം സരിക എന്നാണ് അവരുടെ പേര്. അവർ ഒരു മൂർത്തി പൂജ ചെയ്യുന്ന വിഗ്രഹാരാധിയായിരുന്നു. അതുപോലെ അനേക കുടുംബങ്ങളുണ്ട്. എന്നാൽ ഈ സഹോദരി അവരുടെ കുടുംബത്തിൽ അനേക വർഷമായി മദ്യപാനത്തിന് മയക്കുമരുന്നിനും അടിമപ്പെട്ട അനേകരെ ആ ചേരി പ്രദേശത്ത് കണ്ടപ്പോൾ തൻ്റെ കുടുംബത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ വിമുക്തരായി, തൻ്റെ കുഞ്ഞുങ്ങൾ യേശുവിനെ വിടുവിക്കപ്പെട്ടു. അതുപോലെ ഈ വർഷമാണ് അനേക വർഷമായി മദ്യപാനിയായി തൻ്റെ ഭർത്താവും മദ്യപാനം വിട്ട് പൂർണ്ണമായും ക്രിസ്തുവിലേക്ക് വരുവാൻ, ആ കുടുംബം പൂർണ്ണമായും സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഈ സഹോദരി 5 വർഷം മുമ്പ് യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവരുടെ ലൈഫിൻ്റെ ഒരു ടാർഗറ്റായിരുന്നു ഈ നമ്മുടെ ചേരികളിലുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങളെ ബുദ്ധി ഉപദേശിച്ച് അവരുമായി ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ആ സഹോദരി മുഖാന്തരം അനേക കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ആഴ്ചയിൽ 1, ആഴ്ചയിൽ 2 ഞങ്ങൾ കടന്നു പോകും. ഇത്രയേ ഉള്ളൂ. പക്ഷെ സ്ഥിരമായി അവരോട് താമസിക്കുന്ന ആ സരിത എന്ന് പറയുന്ന സഹോദരി അവരുടെ ജീവിതത്തിലൂടെ എല്ലാ ദിവസവും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവരറിഞ്ഞ യേശു അവരൊരിക്കലും കേട്ടിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല. എന്നാൽ അവർ യേശുവിനെ 5 വർഷം മുമ്പ് അറിഞ്ഞപ്പോൾ ആ യേശുവിനെ കുറിച്ച് അവർ തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധി ഉപദേശിച്ച് ആ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും നാമും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് നന്ദിയോടെ നമ്മുടെ ഹൃദയങ്ങളിൽ നാം ആയിരിക്കുന്ന ബുദ്ധി ഉപദേശിക്കുവാൻ തക്കവണ്ണം അനേകരെ നമ്മുടെ ലൈഫിലൂടെ നമ്മുടെ ജീവിതം ക്രിസ്തു നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കുന്നുവെങ്കിൽ നാം പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ അനേകരുണ്ടായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ഭാഷ ഇവിടെ പഞ്ചാബിയാണ് അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ അധികമായി സംസാരിക്കുന്നത് പഞ്ചാബിയേക്കാൾ അധികമായി ഹിന്ദി. എന്നെ കാണുമ്പോൾ അധികം പേര് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പഞ്ചാബിയിലും സംസാരിക്കാറുണ്ട്, എന്നാൽ ഹിന്ദിയിലും. എന്നാൽ ഭാഷയിലുപരി നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ആ ദൈവത്തിന് നാം എപ്പോഴും നന്ദി ഉള്ളവരായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നന്ദി ഉള്ളവരാകുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എങ്ങനെ നന്ദി പറയും? അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം വളരെ മോശകരമാണ്, നാം എങ്ങനെ ദൈവത്തിന് നന്ദി പറയും? എന്നാൽ ദൈവം പറയുന്നത് എപ്പോഴും നന്ദി പറയുവാൻ, എപ്പോഴും സ്തോത്രം പറയുവാൻ. കാരണം ആ സ്ഥിതി മാറും, അവസ്ഥ മാറും. ഇനി ആ സ്ഥിതി മാറിയാലും മാറിയില്ലെങ്കിലും നാം അവനെ തന്നെ സേവിക്കുവാനുള്ളവരാണ്. കാരണം ശദ്രക്ക് മേശക്ക് അബേന്ദ്രഹോ പറഞ്ഞതുപോലെ ആ തീച്ചുളിയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ തീച്ചുളിയുടെ അനുഭവമാണ്. തീച്ചുളി പ്രതിസന്ധികളാണ്. ജീവിതത്തിൽ 4 ചുറ്റും നമ്മളെ ഉറ്റുനോക്കുന്ന ശത്രുവാണ്. അല്ലെങ്കിൽ നമ്മുടെ അധപതനം, അല്ലെങ്കിൽ നമ്മുടെ അവസാനം, അല്ലെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്ന ഭയങ്കര മന്ത്രവാദം, കൊടും മന്ത്രവാദമാണ് ഈ ദേശങ്ങളിലുള്ളത്. ഒരുപക്ഷേ നമ്മുടെ കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്കെല്ലാം വലിയ അത്ഭുതമായിരിക്കും. കാരണം കഠിനമായ സാത്താനി സേവകളും ഏറ്റവും വലിയ മന്ത്രവാദത്തിൻ്റെ കൊടും മന്ത്രവാദത്തിൻ്റെ വലിയ കെട്ടിടങ്ങൾ, എന്താ പറയുക, കൂട്ടമായി ജനം പോയി മന്ത്രവാദം ചെയ്ത് വചനം അറിയാത്ത ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ പോലും മന്ത്രവാദികളുടെ അടുത്തേക്ക് കടന്നു പോകുന്ന ഒരു വലിയ കൂട്ടം ഇവിടെയുണ്ട്. യേശുവിനെ അറിയാത്തവർ. അങ്ങനെയെങ്കിലും ജീവിച്ചില്ല എങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി യഥാർത്ഥമായി നാം ജീവിച്ചില്ല എങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല. നാം യഥാർത്ഥമായും ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ ഉണ്ടാകണം. ആ ക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം ഇടയെത്തിയിരിക്കുകയുള്ളൂ. യേശുവിൻ്റെ രക്തത്താൽ നമ്മെ തന്നെ കവർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദേശങ്ങളിൽ കടന്നു പോകുമ്പോൾ അവിടെയുള്ള ബന്ധനങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുവാനിടയിൽ തീർന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ്റെ മറ്റൊരു ബോർഡറിൽ പ്രവർത്തനം തുടങ്ങുവാൻ, അവിടെ അനേക ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, അവിടെ ഒരു പ്രകാശം പരക്കുവാനിടയിരുന്നു. ആ ദേശം അറിയപ്പെടുന്നത് കൊടും മന്ത്രവാദികളുടെ ഒരു സഭ പോലും അവിടെയില്ല. ഇന്നും അവിടെ പ്രത്യേകമായൊരു സഭയൊന്നുമില്ല. എന്നാൽ വെറും ഒരു ഹൗസ് ചർച്ചാണ് അവിടെയുള്ളത്. നമ്മൾ തുടങ്ങിയ ഒരു വീട്ടിലെ ആരാധനക്കൂട്ടം, അല്ലെങ്കിൽ മുറ്റത്തിരുന്നുള്ള കൂട്ടമാണ് അവിടെയുള്ളത്. ആരാധനകളുടെ കൂട്ടം, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നതേ ഉള്ളൂ. ഗ്രാമങ്ങളിൽ ദൈവം ഒരു കെട്ടിടമല്ലല്ലോ ആഗ്രഹിക്കുന്നത്, മറിച്ച് ജനത്തിൻ്റെ മാനസാന്തരപ്പെട്ടവരെ കൂട്ടം ഇരുന്ന് ആ ദേശത്തൊരു പ്രകാശം വന്നു. ആ കൊടും മന്ത്രവാദി ക്രിസ്തുവിൻ്റെ ആരാധനയെ കടന്നു വരുവാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചു പോകുവാനിടയിൽ തീർന്നു. അദ്ദേഹം ഭാര്യയുമായി നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന് എന്താണ് കഴിയാത്തതായിട്ടുള്ളത്? കാരണം യേശുവിൻ്റെ പ്രകാശം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ആ പ്രകാശം പുറത്തു പോയാൽ നമ്മെ ഉപദ്രവിക്കുവാൻ
ഒത്തിരി അവർ ശ്രമിക്കും നമുക്കെതിരായി നിൽക്കുവാൻ തക്ക വേണം. ബാലാമിനെ അയച്ച് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അത് ശപിക്കുവാനല്ല, അത് അനുഗ്രഹമായി തീർന്നതുപോലെ ദൈവം അത് അനുഗ്രഹമാക്കി. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം ഇസ്രായേൽ ജനത്തിന് വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ ഭയങ്കര തീയമ്പുകൾ അല്ലെങ്കിൽ വളരെ പിശാചിൻ്റെ പോരുകളുണ്ട്. നാം ദൈവവചനത്തിൽ അടിയുറച്ച് അല്ലെങ്കിൽ സർവായുധോർഗം ധരിച്ചുകൊണ്ട് എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ ഇവിടെ ജീവിക്കുവാൻ സാധ്യതയുള്ളൂ. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം എപ്പോഴും എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെ പറയുന്നതായ ആ സർവായുധ വർഗ്ഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഓരോ ദിവസവും 24 മണിക്കൂറിലും നാം കിടക്കുമ്പോഴല്ല, എഴുന്നേൽക്കുമ്പോഴല്ല, മറിച്ച് എല്ലാ സമയവും. കാരണം എപ്പോഴാണ് അറ്റാക്ക് വരുന്നത്, ശത്രുവിൻ്റെ പോര് വരും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഏത് സമയം ആ സർവായുധ വർഗ്ഗം നമുക്കുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയാണ് നാം ജീവിക്കുന്നത്. ഭവനത്തിൻ്റെ അകത്തായിരിക്കാം, പുറത്തായിരിക്കാം. തീയമ്പ് എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയുകയില്ല. അതുകൊണ്ട് നാം ഉറപ്പോടെ, ധൈര്യത്തോടെ, നാം പേടിച്ചു മരണ്ടുമല്ല, നാം യോദ്ധാക്കളാണ്. നാം സർവായുധോർഗം ധരിച്ച് പുറത്തിറങ്ങുകയാണ്. നമുക്കെതിരെ വരുന്ന തീയമ്പുകളെ കെടുത്തുവാനുള്ള വിശ്വാസമെന്ന ആ പരിചയ നാം ധരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസം ക്ഷയിക്കുവാനല്ല. പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെയുള്ള കുടുംബമന്ത്രവാദത്തിൻ്റെ മധ്യത്തിൽ ഭയങ്കര പ്രതിസന്ധികൾ അല്ലെങ്കിൽ വളരെ തീക്ഷ്ണമായിരിക്കുന്നതായ പ്രതികൂലങ്ങൾ, നമുക്ക് അനുകൂലം ഒരു അവസ്ഥയല്ല, പ്രതികൂലമായ അനേക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തിന് പാട്ട് പാടിയും ആരാധിച്ചും സ്തുതിച്ചും നമുക്ക് ഉച്ചത്തിൽ പാടുവാനും ആരാധിക്കുവാനും സാധ്യതയില്ലാത്ത അനേക സാഹചര്യങ്ങൾ വരാറുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിലും നാം നമ്മുടെ ഹൃദയത്തിൽ പാടിയും നന്ദി കരയറ്റിക്കൊണ്ട് ദൈവം നമ്മെ വിട്ടുവെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും പറയുവാനിടയായി തീർന്നുവല്ലോ. ഇവിടെ മിക്കവാറും എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട്, മിക്കവാറും എല്ലാവരുടെ കയ്യിലും വാളുണ്ട്. വാളും തോക്കുമായിട്ടാണ് ജനം നടക്കുന്നത്. ഏത് സമയം എപ്പോഴാണ് വെടിവെപ്പുണ്ടാകുക, തീവ്രവാദികളുടെ കൂട്ടങ്ങൾ, നമുക്ക് എപ്പോഴാണ് വാളുകൊണ്ടുള്ള വെട്ടേക്കൽ ഉണ്ടാകുക ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം സുരക്ഷിതമായി ദൈവജനത്തെ ഇതുവരെയും സൂക്ഷിക്കുന്ന അനേക ഭക്തർ ഇവിടെയും വെടിയേറ്റ് മരിച്ചുപോയി. അനേക ഭക്തരെ തകർക്കുവാൻ തക്കവണ്ണം അവർ ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സമയത്തിന് മുൻപ് നാം ഒരിക്കലും പോകുന്നില്ല, ഭയപ്പെട്ടല്ല, മറിച്ച് നാം ആ സർവായുധവർഗം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുവാൻ യോദ്ധാക്കളായി, പടയാളികളായി, ക്രിസ്തുവിന് വേണ്ടി സേവ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടെയും കൂടെ നമ്മളിൽ വസിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ യേശുവിൻ്റെ വചനം അത് ഐശ്വര്യമായി അല്ലെങ്കിൽ അത് സമൃദ്ധമായി നമ്മിൽ വസിക്കണമെങ്കിൽ ആ വചനം എന്ന് പറയുന്നത് യേശുവാണല്ലോ. ആ യേശുവാകുന്ന അല്ലെങ്കിൽ സർവശക്തനായ ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ ദൈവം പറയുകയാണ്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച് നമുക്ക് പഠിപ്പിച്ചു. നമ്മുടെ ലൈഫാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല. പലപ്പോഴും നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയോട് വാക്കിലൂടെ അവരെ നമുക്ക് ഒരുപക്ഷെ കറക്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ വാക്കിലൂടെ നാം ഒരു വ്യക്തിയെ ഉപദേശിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാം, പലപ്പോഴും ഞാൻ കേട്ടൊരു ശബ്ദമുണ്ട്, വാക്കല്ല നമ്മുടെ പ്രാർത്ഥനയിലൂടെ വാക്കുകൾ പറയേണ്ട കാര്യമുണ്ട്. ചില സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രേരണ തരുമ്പോൾ നാം വാക്കുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മ പ്രേരണ തരാതിരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിൽക്കുന്നില്ല എങ്കിൽ നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നാം പ്രവർത്തിക്കുന്നിടങ്ങൾ, നാം നടന്നു പോകുന്ന വഴികളിൽ ദൈവവുമായി പ്രാർത്ഥനയിൽ കണക്റ്റ് ചെയ്യപ്പെടുവാൻ, ദൈവവുമായി ബന്ധപ്പെടുവാൻ, പ്രാർത്ഥനയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചും ഏത് സമയത്തും നമ്മുടെ മനസ്സിലും ആത്മാവിലും ദൈവത്തിന് സ്തുതി കരയേറ്റിക്കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സമയം വരുമ്പോൾ ആ ബുദ്ധിയുടെ ഉപദേശം ദൈവം നമ്മുടെ വായിൽ തരുവാൻ തക്ക വേണം. ആ ദൈവവചനമാകുന്നവൻ നമ്മിൽ ഐശ്വര്യമായി വസിക്കുന്നുവെങ്കിൽ അവൻ വസിക്കുന്ന ആലയമാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ അവൻ വസിക്കുന്നുവെങ്കിൽ ആ ദൈവം വസിക്കുന്ന ആലയം എന്ന് പറയുന്നത് വളരെ വിശുദ്ധമാണ്. നമ്മുടെ ജീവിതം എപ്പോഴും വിശുദ്ധമായി ആലയം നമുക്കറിയാം. നമ്മൾ ആരാധനയ്ക്കായി കടന്നു പോകുന്ന ആലയം അശുദ്ധമുള്ളതല്ല, മറിച്ച് നാം വളരെയധികം വൃത്തിയാക്കി എപ്പോഴും അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നാം അവിടെ ഇരുന്ന് ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്.
ജീവിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ലൈഫിൽ യേശു വസിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വസിക്കുന്നത് കൊണ്ട്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമുക്കറിയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമായി, ഇവിടെ വാക്ക് പറയുന്നു ഐശ്വര്യമായി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ജീവനായി സമൃദ്ധിയായി ഐശ്വര്യമായി നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ നാം ജീവിക്കുന്നുവെങ്കിൽ ആ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും ഇതൊരാലയമാണ്, ജീവിക്കുന്ന ഒരാലയം. അങ്ങനെ ജീവിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് പലരും ആലയത്തിലേക്ക് ഓടി വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൻ്റെ വേളയിലാണ് പലരും ആലയത്തിലേക്ക് ഓടി വരുന്നത്. അങ്ങനെയെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ആലയമായിരിക്കുന്നുവെങ്കിൽ ലോകജനത്തിന് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മിലൂടെ ഒരു വിടുതൽ, അല്ലെങ്കിൽ ഈ ആലയത്തിൽ പോയാൽ ഒരു വിടുതലുണ്ട്, അല്ലെങ്കിൽ ഈ ആലയത്തിൽ പോയാൽ എനിക്കൊന്ന് പ്രാർത്ഥിക്കാം, ദൈവവുമായി കണക്റ്റ് ചെയ്യപ്പെടാം, ദൈവവുമായി ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഈ ആലയത്തിൽ പോയാൽ ദൈവിക ഉപദേശം പ്രാപിക്കാം. ഇതുപോലെ നമ്മുടെ അടുത്ത് വരുന്ന ഓരോരുത്തരും നാം ആയിരിക്കുന്ന ആലയം, നാം ആയിരിക്കുന്ന സഭ, നാം ആയിരിക്കുന്ന വ്യക്തി ജീവിതത്തിലൂടെ അനേകർ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ നാം ഒരു ആലയമായി ജീവിക്കുന്ന, നാം കടന്നു പോകുന്ന ഇടങ്ങളിൽ അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ ഒരു പ്രകാശം പ്രസരിക്കുവാൻ വേണം. ക്രിസ്തുവിൻ്റെ ആ പ്രകാശം, ആ പ്രകാശത്തിൻ്റെ കിരണം, ആ ജ്യോതി പ്രകാശിക്കുവാൻ വേണം. മറ്റ് പ്രതിസന്ധികളിൽ ഇരിക്കുന്നവർ യേശുവിനെ കണ്ടെത്തുവാൻ, ഞാനിത് പറയുവാൻ ഇടയെത്തുന്നത്, അനേകർ ഇതുപോലെ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ, അനേകർ ഇതുപോലെ യേശുവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് കഴിയാത്തതായി ഒരു കാര്യമില്ല. നാം അവരുടെ അടുത്തേക്കല്ല, മറിച്ച് അന്യജാതിക്കാർ, യേശുവിനെ അറിയാത്തവർ നമ്മിലേക്ക് കടന്നു വരുവാൻ, യേശു കടന്നുപോയ ഇടങ്ങളിൽ യേശു പലപ്പോഴും മറ്റുള്ളവരുടെ അടുത്തേക്കല്ല പോയത്. യേശു പോകുന്ന ഇടങ്ങളിൽ അവനെക്കുറിച്ച് അറിഞ്ഞ് അവൻ്റെ അടുക്കലേക്ക്, അവനെക്കുറിച്ച് അറിഞ്ഞ് ധ്വനി കേട്ട് അനേകർ അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ, അവരുടെ അടുത്തിരുന്ന് അവരെ ഉപദേശിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥമായി മാനസാന്തരം, അല്ലെങ്കിൽ യഥാർത്ഥമായി ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തെ ജനിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യേശു പറയുവാനിടയെത്തുന്നു. ഇതുപോലെ നമ്മുടെ ലൈഫിലൂടെ നമ്മെക്കുറിച്ച് അനേകർ ഈ ദേശങ്ങളിൽ, ഒരു പക്ഷേ കേരളമല്ല, നമ്മുടെ ദേശമല്ല, അന്യനാടാണ്, എന്നാൽ ഇവിടെയുള്ളവർക്കറിയാം ഇന്ന വ്യക്തി ഒന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ അടുത്തൊന്ന് പോയാൽ നമ്മുടെ വിഷയം ഒന്ന് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിഷയം ഒന്ന് പറയാം, അവിടെ യേശു ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ജനത്തിൻ്റെ അകത്തുണ്ട്. ജനം കാണുന്ന ഒരു വിടുതലുണ്ട്. അതാരാണ് ചെയ്യുന്നത്? നാം വെറും മാധ്യമമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, നാം ശുദ്ധിയുള്ള മാധ്യമമായി അനേക വിടുതലുകൾ പലപ്പോഴും ജനം പ്രാർത്ഥിക്കുവാൻ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആവശ്യകതയിൽ വിളിക്കുമ്പോൾ, ഒരു വാക്ക് പലപ്പോഴും ഫോണിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. പലയിടങ്ങളിൽ നമുക്ക് കടന്നു പോകാനുള്ള സാഹചര്യങ്ങളില്ല. എന്നാൽ വെറും ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ഫോൺ കോൾ വരുന്നത് അത് വിടുതലായി, ആ വിഷയത്തിൽ അവർക്ക് ആ പ്രതിസന്ധിയിൽ അവർക്ക് ദൈവം വിടുതൽ കൊടുത്തു എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത. കാരണം ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാണ്. നാം വെറും മാധ്യമമാണ്, നാം വെറും ആലയമാണ്, അല്ലെങ്കിൽ നാം നടക്കുന്ന ജീവിക്കുന്ന ആലയങ്ങളാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ആ തേജസ് നമ്മിലൂടെ, അല്ലെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ആ ധ്വനി, ആ വചനം അവരിലേക്ക്, ആ ജീവജല നദി അവരിലേക്ക് ഒഴുകിച്ചെല്ലുന്നത് അത് സൗഖ്യമായി, വിടുതലായി, അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി തീരുന്നുള്ള അടുത്ത ഒരു ഉത്തരം പറയുവാൻ തക്കവണ്ണം ഇടയെത്തിരും. പലപ്പോഴും ദൈവത്തിന് വളരെയധികം നന്ദി, ഹൃദയം നിറഞ്ഞ് ദൈവത്തിന് മഹത്വം കരയിറ്റിക്കൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാണ്. കാരണം നാം വെറും മാധ്യമങ്ങളായി ദൈവത്തിന് വേണ്ടി ഇരിക്കുന്നുവെങ്കിൽ, നാം ദൈവത്തിന് വേണ്ടി യഥാർത്ഥമായും, നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത് ഒരു ആരാധന കഴിഞ്ഞുള്ള സമർപ്പണമല്ല. നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മീറ്റിങ്ങിൽ നാം കടന്നുപോയി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൈവദാസൻ വന്ന് അവിടെ നാം ഒന്ന് സമർപ്പിച്ചു, അതല്ല. ദിനംതോറുമുള്ള സമർപ്പണം, ഒരു നിമിഷമുള്ള സമർപ്പണം, നമ്മുടെ ലൈഫ് മുഴുവനും, ഒരു രാത്രി പകലെന്നെ നാം എപ്പോഴും സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായി, നാം അങ്ങനെ ഒരു സമർപ്പിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ നമ്മിലൂടെ ക്രിസ്തു പ്രകാശിക്കുവാൻ,
തീരുവാൻ, നാം അനേകർക്ക് ഒരു പ്രകാശമായി തീരുവാൻ, അനേകർക്കൊരു വിടുതലായി തീരുവാൻ, അനേകർക്ക് അവർക്ക് ഭുജിക്കുവാൻ ആശ്വസിക്കുവാനുള്ള ഒരു ഫലവത്തായ വൃക്ഷമായി തീരുവാൻ, അനേകർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ ഒരു തണലായി തീരുവാൻ വേണം, നാം അനേകർക്ക് ഒരു വിടുതലായി തീരുവാൻ ഇടയിൽ തീരും. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ഓരോ നിമിഷവും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ വാക്കിനാലും ക്രിയയാലും നാം എന്ത് ചെയ്താലും, ഇവിടെ ദൈവവചനം പറയുന്നുവല്ലോ, അവൻ പറയുകയാണ്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടുമിരിപ്പിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആലയത്തിലുള്ള സ്തുതി, അല്ലെങ്കിൽ ആലയത്തിലുള്ള ദൈവിക പ്രകാശം, അല്ലെങ്കിൽ ആലയം, നമുക്കറിയാം പഴയ നിയമത്തിലും ആലയം 24 മണിക്കൂറുമായി വിളക്ക് കത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ വചനത്തിൻ്റെ വിളക്ക് കത്തുവാൻ വേണം. വചനമാകുന്നവൻ നമ്മിൽ കത്തുവാൻ, ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുവാൻ, അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കടന്നു പോകുവാൻ വേണം ഇടയായിത്തീരുന്നുവെങ്കിൽ നമ്മിലൂടെ അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇടയെത്തീരും. യേശു പഠിപ്പിച്ച അനേക പാഠങ്ങൾ, സ്നേഹിക്കുവാൻ പഠിപ്പിച്ചത്, ക്ഷമിക്കുവാൻ പഠിപ്പിച്ചത്, ഞാൻ പലപ്പോഴും ചിന്തിക്കുവാറുണ്ട്. ക്ഷമിക്കുവാൻ കഴിയാത്ത ഒന്നുമില്ല. സകലതും നമുക്ക് ക്ഷമിക്കുവാൻ കഴിയും, സ്നേഹിക്കുവാൻ കഴിയും. നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ഒരു മാതൃകയെ തീരുവാൻ ഇടയെത്തീരും. അനേകർക്ക് നാം ഒരു പ്രചോദനമായി, നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് നാം മറ്റൊരു വ്യക്തിയുടെ മാറ്റമല്ല, മറിച്ച് ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മിലുള്ള മാറ്റം, ക്രിസ്തു നമ്മിൽ ജ്വലിച്ച് ശോഭിക്കുന്നുവെങ്കിൽ നാം ആകുന്ന ആലയം പ്രകാശിക്കുന്നത് നമ്മുടെ ഭവനത്തിലുള്ളവർ കാണും. നാം ആകുന്ന ആലയം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ജീവൻ പകരുന്നത് അത് അന്വഭിപ്പാൻ വേണം പുറത്തുള്ള ലോകത്തിന് ലോകജനം അത് കാണുവാൻ, അനുഭവിപ്പാൻ, ആ വെളിച്ചത്തിലേക്ക് അവർ വരുവാൻ, അല്ലെങ്കിൽ ആ ജീവൻ പ്രാപിക്കുവാൻ. അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നേടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ നമ്മൾ സുവിശേഷം പറയണം. എന്നാൽ ആ സുവിശേഷം, ആ നല്ല വർത്തമാനം, സദ്വർത്തമാനം നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ ആ സദ്വർത്തമാനം ലോകത്തിൻ്റെ അറുതിയോളം എത്തുവാൻ തക്കവണ്ണം ആ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് കൊണ്ട് ആ സദ്വർത്താനത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ തക്കവണ്ണം ലോകത്തിൻ്റെ അറുതി വരെയും ദൈവത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, നമ്മുടെ വാക്കുകളിലുള്ള നമ്മുടെ അനുഭവങ്ങൾ നാം പറയുമ്പോൾ തന്നെ, നമ്മുടെ അന്യവിധ അനുഭവങ്ങളുണ്ട്, എന്നാൽ അനുഭവങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു അനുഭവമായി, ക്രിസ്തുവിനെ അനുഭവിപ്പാൻ തക്കവണ്ണം, മറ്റുള്ളവർക്കൊരു മാതൃകയെ തീരുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതം വചനത്തിൽ കെട്ടിപ്പണിയുവാൻ തക്കവണ്ണം, ആ വചനത്തോട് ചേർന്ന് നടക്കുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ, വചനം നമ്മിൽ വസിക്കുവാൻ, ആ വചനമാകുന്നവൻ നമ്മിൽ വസിക്കുവാൻ, വചനമാകുന്നവൻ്റെ ക്രിയ, വചനമാകുന്നവൻ്റെ വാക്കുകൾ, വചനമാകുന്നവൻ്റെ പ്രവൃത്തികൾ നമ്മിലൂടെ പുറത്തു പോകുവാൻ തക്കവണ്ണം, അത് അനേകർക്ക് ആശ്വാസമായി, വിടുതലായി ഈ അന്ത്യനാളുകളിൽ, ഈ അവസാന സമയത്ത് നമുക്കറിയാം ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു ഏതു സമയവും കടന്നു വരാം. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ വരവിന് മുൻപ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സദ്വർത്തമാനം. ഈ സുവിശേഷം അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഈ സുവിശേഷം ഏത് വിധേനയും ലോകജനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അത് ഒരുപക്ഷെ പലയിടങ്ങളിലും ട്രാക്റ്റ് കൊടുക്കുവാൻ സാധിക്കും. ഇവിടെ അതിന് സാധ്യതയില്ല. ട്രാക്റ്റ് കൊടുക്കുവാൻ പറ്റുന്നിടത്ത് നമുക്ക് ട്രാക്റ്റ് കൊടുക്കുവാൻ, പല സ്ഥലങ്ങളിൽ പഞ്ചാബിൻ്റെ ചില സ്ഥലങ്ങളിൽ കുറച്ചെല്ലാം നമുക്ക് ഓടിക്കൊടുക്കുവാൻ സാധിക്കുന്ന ഇടങ്ങളുണ്ട്. എന്താ പറയുക, ഹോസ്പിറ്റലുകളിൽ. എന്നാൽ നമുക്ക് പിടിക്കപ്പെട്ടാൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഗുരുദാസ്പൂരിൻ്റെ അകത്ത് വളരെ പ്രതിസന്ധികളുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ, ഈ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, ബൈബിൾ കൊണ്ടുപോയി കൊടുത്താൽ വായിക്കുവാൻ അറിയാത്ത പഠിത്തമില്ലാത്തവർ വലിയ കൂട്ടം ഇവിടെയുണ്ട്, അനേക ചേരികളുണ്ട്. എന്നാൽ അവർ യേശുവിനെ നമ്മിലൂടെ ഒന്ന് കാണുവാൻ, നമ്മുടെ ചുറ്റുപാടുള്ളവർ യേശുവിനെ അനുഭവിപ്പാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ സമർപ്പിക്കുമോ? നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി, നമ്മുടെ വാക്കിനാലും ക്രിയയാലും നാം എന്ത് ചെയ്താലും ആ യേശു നമ്മിലൂടെ പ്രതിഫലിക്കുവാൻ, യേശുവിൻ്റെ ജീവൻ നമ്മിലൂടെ പ്രതിഫലിക്കുവാൻ, യേശുവാകുന്നവൻ അവൻ എന്തു പറഞ്ഞാലും അത് ചെയ്യുവാൻ തക്കവണ്ണം മറിയ സേവകരോട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, അവൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ, അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു അത് ചെയ്യുവാൻ തക്കവണ്ണം യേശു എന്താണ് കൽപ്പിച്ചത്? പോയി സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം നമ്മിലൂടെ അസദ്വർത്തമാനം, നാം ആ ഒരു ജീവിതമായി തീരുവാൻ, ആ സുവിശേഷത്തിൻ്റെ ആ ജീവിതമായി നമ്മിലൂടെ
സുവിശേഷത്തിൻ്റെ ആ ജീവിതമായി നാം ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ വാക്കുകളിലൂടെ നാം വചനം പറയുമ്പോൾ തന്നെ, നാം വാക്കിലൂടെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുവാൻ, ജീവിതം അതിലൂടെ ആ ജീവിതത്തിൻ്റെ മാതൃകകൾ നമ്മുടെ വാക്കുകൾ മാത്രമല്ല ആ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കാം. അവിടങ്ങളിലായി നാം കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ശക്തിയോടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭവനങ്ങളെല്ലാം ഒരുക്കുവാൻ, ശക്തിയോട് ഉപയോഗിക്കുവാൻ, ഈ അന്ത്യനാളുകളിൽ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. റീഖാനവ രഗതകല ഓ റിബാനക രഗതകല ജീതര രഗതകല हमदना रगदगल जीदर रगदगल पवित्र पवित्र परमेश्वर यीशु मसीह जी, हम आपको धन्यवाद देना चाहते प्रभु जी सुंदर समय के लिए। परमेश्वर यीशु मसीह जी हालेलुया, धन्यवाद देते परमेश्वर के भक्त लोगों के लिए, परमेश्वर अपर रूम प्रेयर लाइन के लिए परमेश्वर हालेलुया, आपको धन्यवाद देना चाहते परमेश्वर। अरे बना हतना रगदगल जीदर रगदगल प्रभु जी हालेलुया, आपके भक्त लोगों के लिए परमेश्वर, दुनिया के कोने कोने से अलग अलग परमेश्वर देश से प्रभु जी हालेलुया जूम के द्वारा परमेश्वर जुड़ा हर एक जीवन को यीशु के हाथ में देते हैं। आपके परमेश्वर दास पास्टर जोसेफ के लिए परमेश्वर, परमेश्वर उनके संग परमेश्वर, आपके दास लोगों के लिए, दासी लोगों के लिए प्रभु जी, भक्त लोगों के लिए पास्टर परमेश्वर, सिस्टर संध्या के लिए परमेश्वर, रीख खाने बरेगा दगला हर एक जीवन के लिए प्रभु का धन्यवाद देना चाहते प्रभु जी। आपके परमेश्वर भक्त लोग इधर कितना लोग जुड़ गया है, यीशु मसीह के को आशीष दीजिए परमेश्वर। हम क्या कुछ हमारे शब्द के द्वारा, हमारा परमेश्वर कामों के द्वारा परमेश्वर सब कुछ परमेश्वर यीशु मसीह हमारे जिंदगी के द्वारा यीशु प्रकाशित होने के लिए, हमारे जीवन के द्वारा परमेश्वर यीशु मसीह के नाम महिमा होने के लिए, हमारे परमेश्वर जीवन के द्वारा यीशु मसीह के प्रकाश से बहुत सारे लोगों के पास पहुंचने के लिए परमेश्वर हमारे जिंदगी को आपके हाथ में समर्पण करते परमेश्वर। बहुत सारे परमेश्वर दुनिया के लोग यीशु के प्रकाश में आने के लिए, हमारे जीवन परमेश्वर हमारे घर के अंदर बाहर रिखाने बरेगा दगला हर एक जगह पर हम यीशु के हर स्वभाव के साथ आगे बढ़ने के लिए हमारी जिंदगियों में आशीष दीजिए। पिता पुत्र पवित्र आत्मा के नाम पर परमेश्वर हर एक जीवन का आशीष करते परमेश्वर। ये अंतिम समय के सेवकाइयों में हम लोग परमेश्वर हमारे जीवन के द्वारा, हमारे स्वभाव के द्वारा, हमारे जिंदगी के द्वारा परमेश्वर वो नमूना दिखाकर आगे बढ़ने के लिए, यीशु हमारे द्वारा प्रकाशित होने के लिए, वो सच्चा जीवन, ईमानदार जीवन परमेश्वर, पवित्र जीवन, रिखान बरेगा दगला भय भक्ति के जीवन के साथ परमेश्वर के संग चलने वाला, परमेश्वर के नाम की महिमा देने वाले जीवन होने के लिए हम हर एक को आपके हाथ में समर्पण करते परमेश्वर। कितना लोग आज प्रार्थना में जुड़ा, हर एक को आशीष दीजिए परमेश्वर। कितना लोग परमेश्वर वचन को सुनने के लिए, हर एक को आशीष देने के लिए प्रार्थना हमारे उद्धार करते यीशु मसीह के पवित्र नाम से आमीन आमीन। परमेश्वर सबको आशीष दे।